കർത്താവിൻ്റെ കൃപയാലും കരുണയാലും എൻ്റെ പകലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്ന ദൈവങ്ങളുടെ ആക്കുമെന്ന് ഭാഗ്യപരിവർത്തനം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 65-ാം സങ്കീർത്തനം നമ്മൾ ചില നാളുകളായി വായിച്ചുകൊണ്ടുള്ള സങ്കീർത്തനമാണ്. 65-ാം സങ്കീർത്തനത്തിനകത്ത് തലകെട്ടി വായിക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ആ സങ്കീർത്തനം വളരെ ആഴമേറിയ അർത്ഥങ്ങൾ പറഞ്ഞിടയിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കിടുന്ന നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാക്കും. അത് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിക്കാം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുക, അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഇത് കൊടുത്തിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടത് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ദൈവത്താൽ തിരഞ്ഞെടുത്ത് അടുപ്പിക്കപ്പെടുക. അടുക്കാൻ യോഗ്യത ഉണ്ടായിട്ടല്ല, ദൈവം അടുപ്പിച്ചത്. അതാണ് എഫേസ്യ ലേഖനത്തിനകത്ത് നാം വായിക്കുന്നത്. വേർപാടിന്റെ നടുച്ചൂര് മുറിച്ചു കളഞ്ഞ ദൈവത്തോടും മനുഷ്യനോടുമുള്ള വേർപാട്, പാപത്തിന്റെ അല്ലെങ്കിൽ ശാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്നൊരു വേർപാടുണ്ടാകും. അതിനെ എന്ത് ചെയ്തു? ആ മതിലിനെ തകർത്തു കളഞ്ഞിട്ട് പിതാവിനോട് ദൈവ മക്കളാക്കി തീർത്തുകൊണ്ട് അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. അതവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ. എല്ലാവർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. എല്ലാവർക്കും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന, എല്ലാവർക്കും സൗജന്യമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരോടും ഒറ്റയ്ക്ക് വിളിച്ചു പറഞ്ഞത് അല്ലെ. കാൽവരിയിൽ കിടക്കുമ്പോഴും 2 പേരെ കർത്താവിനെ അംഗീകരിച്ചുള്ളൂ. ബാക്കി എല്ലാവരും പറഞ്ഞു നീ ദൈവത്തിന് ഇങ്ങോട്ട് വാ, അല്ല ഇന്നത്തെ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കും. പക്ഷേ അവൻ ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നു. അവൻ രക്ഷ ഏറ്റു പറഞ്ഞവൻ രക്ഷിക്കപ്പെട്ടു. അതേപോലെ തന്നെ താഴ്ന്ന ഒരു ശതാധിപൻ ഏറ്റു പറഞ്ഞു സാക്ഷാത് അവൻ ദൈവത്തിന് തന്നെയാണ്. നടക്കുന്നതെല്ലാം കണ്ടിട്ട് അവന് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനാണ്. അപ്പൊ 2 പേരെ അവിടെ തെരഞ്ഞെടുത്തുള്ളൂ. എത്രയോ അത്ഭുതങ്ങൾ, 5000 പേരെ പോഷിപ്പിക്കുവാൻ ഇടയായി. 5 അപ്പം കൊണ്ട് 5000. ഈ അത്ഭുതങ്ങളൊക്കെ നടന്നു. കാനാവിലെ കല്യാണം മുതൽ ഇങ്ങോട്ട് എത്രയോ വിധത്തിൽപ്പെട്ട അത്ഭുതങ്ങൾ നടന്നു. എത്രയോ രോഗികൾ സൗഖ്യമായി. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞ അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എണ്ണി നോക്കിയാൽ അത് എഴുതി കഴിഞ്ഞ പുസ്തകങ്ങളിൽ പോലും ലോകത്തിൽ ഒരിക്കലും ആ പുസ്തകം അടങ്ങില്ല. അത്രത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും ആകെ 2 പേര് ക്രൂശിൽ കർത്താവിനെ അംഗീകരിച്ചു. ബാക്കി 11 പേര് കർത്താവിനൊപ്പം ഉണ്ടായിരുന്നു. 120 പേര് ആണ് ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ മാളിക മുറിയിൽ കയറി ഇരുന്നത്. അപ്പൊ എത്രയോ പേർക്ക് അത്ഭുതങ്ങൾ ലഭിച്ചിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാ ഭാഗത്തും ഒരു തെരഞ്ഞെടുപ്പുണ്ട് അല്ലെ. വലിയ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് നിന്ന് അവൻ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ തന്നെ ദൈവം വലിയൊരു ജാതികളിൽ നിന്ന്, വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരുവനെ തെരഞ്ഞെടുത്തു. അതിന്റെ പേര് അബ്രഹാം. അബ്രഹാമിൽ നിന്ന് ഒരു ജാതിയെ മുഴുവനും ഉളവാക്കി. പക്ഷെ ആ ജാതി മുഴുവനും വരുമ്പോ 6 ലക്ഷം പേരാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ ആ 6 ലക്ഷം പേരിൽ അവസാനം വന്നെത്തുന്നത് 2 പേർ മാത്രം കനാൻ ദേശത്ത് എത്തപ്പെട്ടു. നോക്കി എണ്ണം എത്ര കുറവാ. എണ്ണിയാൽ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷേ അകത്ത് പ്രവേശിച്ചവര് കുറവാ. പിന്നെ ഞാൻ പ്രാപിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ ഓട്ടം ഓടേണ്ടത്. എല്ലാവരും ഓടുന്ന പോലെ ഓടില്ല, പ്രാപിക്കത്തക്ക വിധത്തിൽ ഓടണം. പ്രാപിക്കത്തക്ക വിധത്തിൽ. അപ്പൊ പ്രാപിക്കുക എന്ന ഒരു വിഷയമാണ്. തെരഞ്ഞെടുത്ത് അടുപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സെലക്ഷൻ കിട്ടി, എല്ലാ കാര്യവും ശരിയാ. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ ചെന്നില്ലെങ്കിൽ യാതൊരു ഗുണവുമില്ല. അതുപോലെ നമ്മുടെ ആത്മീക ജീവിതം പലപ്പോഴും നടക്കുന്ന, നമുക്ക് സെലക്ഷൻ കിട്ടി, കർത്താവ് നമ്മളെ സെലക്ട് ചെയ്തു, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നമ്മൾ അനുദിനവും കർത്താവിനോടൊപ്പം നടക്കാറുണ്ടോ? അവനോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടോ? അവനോട് കൂടെ നടക്കാറുണ്ടോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നടക്കാറുണ്ടോ? അതുപോലെ നമ്മുടെ നടപ്പ്, നോട്ടം, ഇതെല്ലാം കർത്താവിലേക്ക് മാത്രമാക്കിക്കൊണ്ട് മുൻപോട്ട് നമുക്ക് ഭാവിച്ചു വന്ന വാക്യത്തിലേക്ക് വരാം. തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എന്ത് കിട്ടും? അടുത്ത വാക്യം പറയുന്നുണ്ട്, അവൻ ആലയത്തിലെ നന്മ കൊണ്ട്. അപ്പൊ തിരഞ്ഞെടുത്ത് അടുപ്പിക്കപ്പെട്ടാൽ എന്തുണ്ട്? ആലയത്തിൽ നിന്ന് ഒരു നന്മയുണ്ട്. വലിയ പ്രൈസ് ഒക്കെ കിട്ടുന്ന മത്സരത്തിനകത്ത് ഒത്തിരി ആളുകൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ക്രമപ്രകാരം ഓടി ഒന്നാമതെത്തിയാണ് അല്ലെ. ആ പ്രൈസിന്റെ ലക്ഷ്യം വെച്ച് ഓടി ഒന്നാമതെത്തുന്നവൻ അത് ലഭിക്കുന്നത് അല്ലെ. അടുത്തവനൊരു സമ്മാനമുണ്ട്. എന്തുവാ? 2ാം സമ്മാനം
അല്ലെ, 3-ാം സമ്മാനം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ചിലതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോത്സാഹന സമ്മാനം. ഈ ലോകത്തിൽ ലഭിക്കുന്ന എല്ലാം പ്രോത്സാഹനങ്ങളാണ്. പ്രോത്സാഹന സമ്മാനം കാണുമ്പോൾ അതിനെ വിലമതിച്ചുകൊണ്ട് വലിയ സമ്മാനത്തെ വിട്ടുകളയുന്നവരാണ് അനവധി ദൈവമക്കൾ. നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രോത്സാഹന സമ്മാനം നോക്കി നമുക്ക് വെച്ചിരിക്കുന്ന വലിയേറപ്പെട്ട കിരീടത്തെ, വാടാത്ത കിരീടത്തെ പ്രാപിക്കുന്നത് വിട്ടുകളയുന്നു. ലോകത്തിലുള്ളതിനു വേണ്ടി നാം ആഗ്രഹിക്കുന്നത് തെറ്റായ കാര്യമല്ല. ലോകത്തിലുള്ള ചില കാര്യങ്ങൾ, എനിക്കൊരു ജോലി ലഭിക്കണം, എനിക്കൊരു നല്ല ഭാഗ്യം, അതുകൊണ്ട് തെറ്റായ കാര്യമല്ല. പക്ഷെ അതിലേക്ക് മാത്രം നമ്മുടെ നോട്ടം പോകുമ്പോൾ നിശ്ചയമായും നടക്കുന്ന വിഷയം നമ്മളെ വിളിച്ചവന്റെ വിളിയെ നാം മറന്നു പോകുക. എന്തിനാണ് നമ്മെ ദൈവം വിളിച്ചത്? അതുകൊണ്ടാണ് ഞാൻ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ച വാക്യം, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിളിച്ചത് ദൈവത്തിന്റെ കടമ, ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമ. വചനം അതുകൊണ്ട് എഴുതി വെച്ചു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തന്റെ കാന്തയും തന്നെത്താൻ, അല്ലെ, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കുകയാണ്. വേറെ ആരും അവിടെ ഒരുക്കാനില്ല. അവനവനാണ് അവനെ ഒരുക്കുന്നത്. ഒരുക്കം പ്രാപിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ അറിയാം. മുകളിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നവരുടെ ഇരിപ്പും അല്ലാത്തൊരു ഇരിപ്പും നമുക്കറിയാം. എന്തുവാ വ്യത്യാസം? എല്ലാറ്റിനോടും ഒരു അലസഭാവമായിരിക്കും എപ്പോഴും. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലാണെങ്കിൽ, കർത്താവ് വരുമ്പോൾ ഞാൻ അവരോട് പോകുമെന്ന പ്രത്യാശയാണെങ്കിൽ അലസത വെടിയും. ദൈവത്തിലേക്ക് ചേരുവാനുള്ള ആഗ്രഹം നമുക്ക് തോന്നും. എല്ലാ ദിവസവും കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം നമുക്ക് തോന്നും. കർത്താവിനോടൊപ്പം ഇരിക്കുവാനുള്ള ആഗ്രഹം തോന്നും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അരികിലേക്ക് നമുക്ക് ചെല്ലുവാൻ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മോശയ്ക്ക് മാത്രമേ ഉള്ളൂ കർത്താവിന്റെ അരികിൽ ചെന്ന് കയറാൻ ഭാഗ്യം ലഭിച്ചത്. എല്ലാവരും ചെന്ന് കയറാൻ പറ്റില്ല. മോശയ്ക്ക് മാത്രമേ ഉള്ളൂ കർത്താവിന്റെ അരികിൽ ചെല്ലുന്നത്. ബാക്കി അത്രയും പേരോട് ബാക്കി എല്ലാവരും താഴുന്നു. അഹരോന്റെ സ്ഥാനമുണ്ട്, മഹാപുരോഹിത സ്ഥാനമുണ്ട്. പക്ഷേ അഹരോൻ കയറി ചെന്നില്ല. പക്ഷെ മോശയ്ക്ക് ദൈവത്തിന്റെ അരികിൽ കയറി ചെന്ന് വിശേഷപ്പെട്ട കൽപ്പനകൾ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ അങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർക്കുക, അടുത്ത് ചെല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടുപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് അടുത്ത് വരും, നമ്മൾ എന്ത് ചെയ്യണം? അവനോട് അടുത്ത് ചെല്ലുവാൻ വേണ്ടി തയ്യാറാണ്. അപ്പൊ ദൈവം നമ്മോട് അടുത്ത് വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്ത് ചെല്ലണം. അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഓർക്കുക, കർത്താവ് നമ്മളോട് അടുത്ത് വരുന്നു. ദൈവത്തിന്റെ വിധവയെ നമുക്കറിയാം. കാര്യം പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. തന്റെ ഏക പ്രത്യാശയാകുന്ന മകൻ മരിച്ചു. കൂടെയുള്ളവരെല്ലാം പറഞ്ഞു ഇനി അടക്കാം, ഇനി ഇതിനകത്ത് യാതൊരുവിധ മറുപടിയുമില്ല, ഈ വിഷയം തീർന്നു, ഇനി നിന്റെ ഭാവി, നിന്റെ പ്രശ്നങ്ങളല്ല ഇതോടെ തീർന്നു, ഇനി നിനക്കൊരു നല്ല കാലം വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും ആ പെട്ടി എടുത്തോണ്ട് പോകുന്നത്. കൂടെ കരയാൻ ഒരുപക്ഷെ ഒത്തിരി ആളുകളുണ്ടാകാം. ഇവിടെ നോക്കിക്കൊണ്ട് അയ്യോ എന്നാലും നിനക്കിത് വന്നല്ലോ. ചിലർ പറഞ്ഞാണ് ദൈവം എത്രയും ദ്രോഹം നിനക്ക് ചെയ്തല്ലോ, നീ ഇത്രയൊക്കെ നന്നായിട്ട് ദൈവത്തെ സേവിച്ച് ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ കുറ്റം പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ടാകാം. ഇതെല്ലാം കേട്ടുകൊണ്ട്, വേദനയുടെ വാക്കുകളെ കേട്ടുകൊണ്ട്, പൂരമ്പുകൾ തറച്ചുകൊണ്ട്, ഹൃദയത്തിനകത്ത് മുറിവേച്ചുകൊണ്ട് നടന്നു വരുന്ന വിധവ ആരിലും പ്രതീക്ഷ അർപ്പിക്കാതെ പ്രത്യാശയില്ലാതെ കടന്നു വരുമ്പോ അവളെ ദൂരമേ കണ്ട ഒരുവൻ ആ പട്ടണത്തിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അവൻ വരുന്ന വരവ് ഒരിക്കലും ആർക്കും പിടിയില്ല. എന്തിനു വേണ്ടിയാ പോകുന്നത്? പക്ഷെ കൂടെ പോകുന്നവൻ ആരും അറിഞ്ഞില്ല എന്തിനാ കർത്താവ് ആ പട്ടണത്തിലേക്ക് പോകുന്നത്. പക്ഷെ അവൻ അറിയാം എന്തിനാ പോകുന്നത്. കാരണം കരയുന്ന ഒരു വിധവയുണ്ട്. ആ വിധവയുടെ മകൻ ഒരു ജീവൻ കൊടുത്ത അവൻ അവിടെ ആ കരച്ചിൽ അനുഭവം മാറും. നമുക്ക് അങ്ങനെ ഒരു കാര്യം ഓർക്കുക, ആരും പറയുന്നത് കേട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. ദൈവത്തിന് നിങ്ങൾ കരുണ തോന്നപ്പെടാം. തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നവരുടെ കാര്യമുണ്ട്. അപ്പൊ വിധവയോട് കൂടെ അടുത്ത് നിന്നവരെല്ലാം വിധവയോട് പറഞ്ഞതാ നിന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. പക്ഷെ സ്വർഗം പറഞ്ഞത് അങ്ങനെയല്ല. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞ, ഒരുപക്ഷെ ഇവരെ അടക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കട്ടെ, പെട്ടിയുമായി പൊക്കോട്ടെ, എത്ര വരെ ദൂരം പോലെ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ നീ വിശ്വാസം വിടണ്ട. അവൻ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ഒരുവൻ തിരികെ നടന്നു വരുന്നുണ്ട്, നിനക്കെതിരെ വരുന്നുണ്ട്. എതിരെയുള്ള ഗ്രാമത്തിൽ കിടന്ന കഴുതിയ കഥ എടുക്കുക. എന്തിനാ എതിരെയുള്ള ഗ്രാമത്തിൽ പോയത്? നേരെയുള്ള ഗ്രാമത്തിൽ, എതിരെയുള്ള ഗ്രാമത്തിൽ. ഇവിടെ നോക്കിക്കേ, നേരെ എതിരെ കടന്നു വരുന്നത് നഹീനിലെ വിധവയുടെ ഒരിക്കലേക്ക് കടന്നു വരികയാണ്. വിധവയോട് വന്നത് പറഞ്ഞു, നീ കരയണ്ട. കരയണ്ടെന്ന് പറഞ്ഞാൽ കരയാതിരിക്കാൻ പറ്റുമോ? കാരണം അവക്കറിയാം. പക്ഷെ കരയേണ്ടെന്ന് പറഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. മഞ്ചം തൊട്ടു ചുമക്കുന്നു. അതുവരെ എടുത്തുകൊണ്ട് പോയി ഇവനെ എങ്ങനെയാലും കൊണ്ടുപോയി തീർത്തട്ടെ, ഈ പ്രശ്നം തീർത്തിട്ട് ഇവരെ തീർത്ത് കളഞ്ഞേക്കാം, ഇനി ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു നന്മ കാണണമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയവരുടെ വാക്കിന് ആദ്യം അവനെ നിർത്തി ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പി കൊടുത്തു.
ബാലനെ എഴുന്നേൽപ്പിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കുക, ഇന്നലകളിൽ പലവിധ കാര്യങ്ങളാലും ഭാരപ്പെട്ടു. ഈ പ്രശ്നം ഇനി അവൻ ജീവൻ പ്രാപിക്കത്തില്ല, ഇനി ഇതിനകത്തൊരു മറുപടിയില്ല, ഇത് മുഴുവൻ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടു നിൽക്കുന്ന ജീവിതമേ ഇതുപോലെ സ്വർഗത്തിൽ കൈമാറാൻ ഒരു ആലോചനയുണ്ട്. അവൻ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നവനാ ഭാഗ്യവാ. എല്ലാവർക്കും ആ തിരഞ്ഞെടുപ്പ് നടക്കില്ല. എത്രയോ വിധവകൾ അവിടെ മരിച്ചു അല്ലെ. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞ ഏലിയാവിനെ അയച്ച സ്ഥലത്തിൽ ഒരു വിധവനെ അടിക്കില്ല. അവിടെ ഒത്തിരി വിധവന്മാരുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും മരിക്കാൻ പറഞ്ഞു വിട്ടില്ല. ഒരൊറ്റ വിധവയെ കണ്ടുള്ളൂ. ആ വിധവയുടെ മകൻ മരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മരണത്തിന് ജീവൻ കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ വേണം ദൈവം ആ വിധവയുടെ അരിക്കില്ല പറഞ്ഞു വിട്ടത്. ഇന്ന് ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിച്ചതൊക്കെയും കണ്ടുകൊണ്ട് പ്രതീക്ഷയിൽ നമുക്ക് ഭാരപ്പെടേണ്ട. ജീവൻ കൊടുക്കുവാൻ ഒരു സ്വർഗമുണ്ട്. അവൻ ജീവിപ്പിക്കുന്നവനാണ്. ജീവിപ്പിക്കുന്നവൻ അറിയാം എങ്ങനെ ഏത് സമയം തുടങ്ങണമെന്ന്. അവൻ തക്ക സമയത്ത് തന്നെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് വേണം പറയുന്നു. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ടാകണം, തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നത് കൊണ്ടാ ചില പ്രതികൂലങ്ങൾ വരുന്നത്. എന്തിനാ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നത്? അതിലെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 65-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു, അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. സംവത്സരത്തെ നന്മ കൊണ്ട് എന്ത് ചെയ്യുന്നു? എന്തിനാ നന്മ കൊണ്ടത്? എങ്ങനെയാ നന്മ കൊണ്ട് അലങ്കരിക്കുന്നത്? ഒരു സംവത്സരം മുഴുവനും ഒരു പ്രതീക്ഷയോടെ കർഷകൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് അവിടെ പറയുന്നത്. അതിന് മുകളിലുള്ള വാക്കുകൾ ഒരു കർഷകനെ കുറിച്ചാണ് പറയുന്നത്. നിലമുഴുത് കഷ്ടപ്പെടുന്ന ഒരു കർഷകനെ കുറിച്ചാണ് പറയുന്നത്. എന്തുവാ ചെയ്യുന്നത്? അതുപോലെ ഒരു കർഷകനായിട്ട് കർത്താവ് ഇറങ്ങി വരിക. ഒരു സംവത്സരം മുഴുവൻ നന്മ അലങ്കരിക്കപ്പെടുവാൻ അവൻ അലങ്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി വരിക. ഒരു സംവത്സരം മുഴുവൻ നന്മ അലങ്കരിക്കുവാൻ കർഷകനെ പോലെ കർത്താവ് ഇറങ്ങി വരിക. മഴ പെയ്യിക്കുന്നു, കട്ട ഉടച്ച് നിരത്തുന്നു. അങ്ങനെ വായിക്കുന്നത്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിന് അത്യന്തം പുഷ്ടി ഉണ്ടാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, നീ അതിന്റെ ഉഴവ് ചാലുകൾ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഒരു കർഷകന്റെ തൊഴിൽ അവിടെ ചെയ്യുന്ന ദൈവം എന്തിനു വേണ്ടിയാ? ഒരു സംവത്സരം മുഴുവൻ നന്മയാണ് നടക്കുക. പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ഒരു ദേശത്തെ വായിക്കുന്ന എത്രയോ വാർത്തകളുണ്ട്. കൃഷി ചെയ്യാത്ത ഭൂമിയിൽ കൃഷി ചെയ്ത് 100 മേനി ഫലം എത്രയോ എടുത്തുണ്ടല്ലേ വായിക്കണം. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത പ്രദേശത്ത് ദൈവം അറിയുക, വിതയ്ക്കുകയാ. വിതച്ചിട്ട് അതിന് ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്യുക. വിതയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യം ക്രമീകരിച്ചു. വിതയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് വരും. പക്ഷെ പോകുന്ന എങ്ങനെയാ? വരുമ്പോ വിത്ത് ചുമന്നും കരഞ്ഞുകൊണ്ട് വരും. പക്ഷെ പോകുമ്പോ ഒരു ആർപ്പിന്റെ ധ്വനിയുണ്ട്, തച്ച ചുമക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് പകരം അങ്ങനെ ഒരു കാര്യം പറയും, വന്നപ്പോ അത് ആലയത്തിനകത്ത് നന്മ. ഇന്ന് പകരം ആരാധനയ്ക്കകത്ത് കടന്നു വന്നപ്പോൾ, ദൈവിക സഹായത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പക്ഷേ കണ്ണുനീരോടെ ആയിരിക്കും വന്നത്. അവൻ ഭാരത്തിന്റെ ഒരു അനുഭവത്തിലായിരിക്കും കടന്നു വന്നത്. എന്നാൽ തമ്പുരാൻ പറയാനുള്ള ആലോചനയുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഇങ്ങോട്ട് വന്നപ്പോ ഒരാർപ്പിന്റെ അവൻ കരച്ചിന്റെ അനുഭവത്തിലാണ് കടന്നു വന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പോകുമ്പോ കച്ചവടമൊന്ന് മാറ്റം കൊണ്ടുപോകുന്ന ഒരനുഭവത്തോടെയാണ് തിരുവചനം പറയുന്നത്. കാരണം അവന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകുമെന്ന് വചനം പറഞ്ഞിരിക്കുക. അതിനുവേണ്ടി ഈ കാര്യം നടക്കുന്നത്. എന്തുവാ? ദൈവം ഇത് അറിയാതെ ആരും അറിയാതെ ചില അവൻ കച്ചകൾ ഉടച്ചു നിറച്ചിട്ടുണ്ട്. ചില കട്ടകൾ ഉടച്ചു നിരത്തുന്നുണ്ട്. ആരും അറിയാതെ ഹൃദയത്തിനകത്ത് മുറിവേറ്റ് കിടക്കുന്ന അനുഭവങ്ങളെ ഉടച്ചു നിരത്തുന്ന ചില കൈപ്പിന്റെ അനുഭവങ്ങൾ വെട്ടിമാറ്റുന്നുണ്ട്. ചില വേദന അനുഭവങ്ങൾ വെട്ടിമാറ്റുന്നുണ്ട്. ഇന്ന് പകരം സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്. ആലയത്തിനകത്ത് ഒരു നന്മയുണ്ട്, അത് പ്രാപിക്കുവാനൊക്കെ കൊണ്ട് ദൈവം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം 2 വാക്യങ്ങളിലേക്ക് വരാം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം അതിന്റെ 5 വാക്യം 2 വാക്യം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം കൊണ്ട് ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല
സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി. പർവ്വതം പണ്ട് ദൈവത്തിന്റെ പർവ്വതം, പക്ഷെ ഇടക്കാലം കൊണ്ട് എല്ലാ കാര്യവും മാറിപ്പോയി. പറയുന്ന അന്ത്യകാലത്ത് ഇപ്പൊ സമയമുണ്ട്, ഏതാ അന്ത്യകാലത്ത് അവസാനിക്കാൻ പോകും, കാലം അവസാനിക്കാൻ പോകും. അപ്പൊ എന്ത് പറയും? ജാതികളും വംശങ്ങളും എല്ലാം പറയും, വരിക, നാം അങ്ങോട്ട് ചെയ്യണം, യഹോവയുടെ പർവ്വതത്തിലേക്ക് ചെല്ലണം. ഈ പർവ്വതത്തിലേക്ക്, ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ഒരുവൻ കയറി ചെന്ന്, അവന്റെ പേര് മോശയാണ്. ദൈവത്തിന്റെ പർവ്വതത്തോളം എന്തുകൊണ്ടായിരുന്നു? ആടുകളെ മേയ്ക്കുന്നവനായിട്ടായിരുന്നു, ലോകത്തിലെ സകല ജോലികളുമായിട്ടിരുന്നു. അവൻ ആ പർവ്വതത്തിലേക്ക് ചെല്ലുന്ന സമയത്ത്, യഹോവയുടെ പർവ്വതത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദർശനം കണ്ടു. ആ ദർശനം മറ്റാരും കാണാത്തതാണ്. അതാ ഒരു മുൾച്ചെടി കത്തുക, മുൾപ്പടർപ്പ് കത്തുകയാ. പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകുന്നു, പക്ഷെ കത്ത് നടക്കുന്നുണ്ട്. എന്റെ പകലിൽ അങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർക്കുക, ആളുകൾ കാണത്തില്ലാത്ത വ്യത്യസ്തമായ കാഴ്ച കാണുമ്പോൾ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാൻ കഴിയണം. ദൈവത്തിന്റെ അരികിലേക്ക് കയറി ചെല്ലാൻ ഇന്ന പകരം നമ്മുടെ കാഴ്ചകൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഉൾപ്പടർപ്പ് കത്തിപ്പോകുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും കാണുന്നത്, പക്ഷെ ആ കത്തലിനകത്തും അവൻ വെന്തു പോകാതെ സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പ്രവൃത്തി വെളിപ്പെടും. പർവ്വതത്തിലേക്ക് കയറി. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ച് തരികയും, ഇന്നലകളിൽ കിട്ടാതിരുന്ന ഒരു കാര്യം എന്ത്? അവന്റെ വഴികളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവർ വഴികളെ ഞാൻ പറഞ്ഞു. ഇന്നലകളിൽ അറിയാതിരുന്ന, അവർ വഴികൾ അറിയാതിരുന്ന സമയമാ, പക്ഷെ അറിയുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴി വെട്ടി. അവൻ അതാ പറയുന്നത്, അവൻ സമ്പത്സരത്തെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. ഈ സമ്പത്സരത്തിലെ നന്മയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇന്നലകളിൽ നടക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ കട്ടയോട് വെച്ച് നിർത്തുക, മഴയാൽ നനയ്ക്കുക, അവൻ മുൻപ്രഭ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകരം ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വേണ്ടി അറിയത്തില്ലാത്ത മേഖലകൾ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലേ, എന്റെ സമ്പത്സരത്തെ മുഴുവൻ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം അതിന് പിന്നാമ്പുറത്ത് ചെയ്യേണ്ട പ്രവൃത്തികൾ ദൈവം ചെയ്യുകയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് തന്നെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇല്ലാതായിട്ട്, പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലാം. ആലയത്തിനകത്തേക്ക് കയറി ചെല്ലുവാനാ പറയുന്നത്. നമ്മൾ വായിച്ച വാക്യമുണ്ട്, ദൈവം എന്തിനാ തിരഞ്ഞെടുക്കുക? ആലയത്തിനകത്ത് നന്മ കൊണ്ട് തൃപ്തരാകുവാണ്. ആലയത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുവരെ കാണാത്ത ചില വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ ദൈവം കൊണ്ടുപോകുന്നത്. അത് നമ്മൾ ചോദിച്ചിട്ടല്ല ദൈവം ചെയ്യുന്നത്. ആമേൻ. ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ ദൃഷ്ടി ഈ ദേശത്തിന്മേൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കുന്നു. അതാരും പറഞ്ഞിട്ടല്ല ചെയ്തത്. അവൻ അവർ അധ്വാനിക്കാത്തത്, അവർ വിധത്തിൽപ്പെട്ട കഷ്ടപ്പാടും അനുഭവിക്കാത്ത ഒരു ദേശത്തിലേക്ക് അവൻ കൊണ്ടെത്തിച്ചു. പക്ഷെ ഇന്നലകളിൽ ഇസ്രായേലിന്റെ അനുഭവത്തിൽ മുഴുവൻ കഷ്ടപ്പാട്, കരച്ചിലിന്റെ അനുഭവം ഉണ്ടായിരുന്നത്. അവൻ വേദനയോടുകൂടെ അവൻ ഞങ്ങൾക്ക് എന്നാണ് ഈ പ്രശ്നം തീരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇരുന്നത്. എന്തെങ്കിലും ഒരു രക്ഷയുടെ കാലഘട്ടം ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് നിർത്തുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ പാപം ചെയ്ത് പിന്മാറി പോകുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അവൻ ഇന്നലകളിൽ കരുണയോടെ ഇടപെട്ട ഒരു ദൈവമുണ്ട്. അവൻ ജീവിതത്തിനകത്ത് മാറ്റം തരുമെന്ന് അവൻ ആ പ്രതീക്ഷയോടെ ഇരുന്നുകൊണ്ട് ദൈവസ്ഥലം നിലവിളിക്കുക. അവിടെയാ പറയുന്നത്, ഞാൻ ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, ദൈവത്തിന്റെ അരികിലേക്ക് കയറി ചെല്ലുക, അവനെനിക്ക് മറുപടി തരിക തന്നെ ചെയ്യാം. പക്ഷേ അവൻ ആ മറുപടി തരുന്ന സമയത്ത് ആരും അധ്വാനിക്കാത്തത്, ആരും ഇതുവരെയും കാണാത്തത്, ആരും ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇന്നലകളിൽ ചെയ്തു വച്ചിരിക്കുന്നത് അവൻ ദൈവം മറന്നു കളയും. മുടിയൻ പുത്രന്റെ കഥ നമുക്കറിയാം. അവൻ ആ അപ്പൻ എടുത്തു വെച്ചത് മകനാകുന്നില്ല. എല്ലാം വിറ്റു പോകുമ്പോ മൂത്ത മകൻ ഓർത്ത് ഇനി വരുമ്പോ ഒന്നും കൊടുക്കാനില്ല. പക്ഷെ അപ്പന്റെ കൈ മിച്ചമുണ്ടായിരുന്നു. അതാ വരുമ്പോ കൊടുക്കുന്നത്, ആ മോതിരം കൊടുക്കുന്നേ, അവന്റെ കാലിൽ ചെരുപ്പിടിക്ക്, അവനെ വസ്ത്രം ധരിപ്പിക്കുക. കാരണം ഇവൻ വരുമ്പോ ഈ പരുവത്തിൽ വരുവുള്ളെന്നറിയാം. അവൻ അംഗീകരിക്കത്തില്ലാത്ത എല്ലാവരും പറഞ്ഞു അവൻ അപ്പനുണ്ടായത് സകലവും വിറ്റുപിടിച്ചേച്ച് പോയവൻ, ഉള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തിയവൻ. സ്വന്തം സഹോദരൻ പറയുന്ന മാതൃക ശ്രദ്ധിച്ചു നോക്കി, വേശ്യകളോടുകൂടെ നിന്നെ മുതൽ മുഴുവൻ നിന്ന് മുടിപ്പിച്ച ഇവൻ വന്നപ്പോഴേക്കും ഇതെല്ലാം ചെയ്തു. പക്ഷെ അപ്പനറിയാം ഇവൻ ഇങ്ങനെ
തന്നെ വരികയുള്ളൂ. അതുകൊണ്ട് അപ്പൻ തന്റെ ശേഖരത്തിൽ നിന്ന് ചിലത് മാറ്റി വെച്ചിരുന്നു. ഇന്ന് പകൽ ആരാധന പറയുന്നത് അവൻ ആരും അറിയാതെ അപ്പന്റെ ശേഖരത്തിൽ ചിലത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മടങ്ങി വരവിന് വേണ്ടി വരുന്നവന് ജീവിതത്തിനകത്ത് ചില നന്മകൾ കൊടുക്കുക. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ആ അപ്പന്റെ അരികിൽ, നല്ല അപ്പന്റെ അരികിൽ മടങ്ങി വരാമോ? അവൻ ചിലത് തരുവാൻ സ്വർഗം വിശ്വസ്തനാ. അവന്റെ ശേഷിപ്പ് എടുക്കുക. അവൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇവിടെ ഉണ്ടാകട്ടെ, എനിക്കൊന്നും തന്നില്ല. മൂത്തമകൻ പറയുന്ന മൂത്തമകനോട്, ഞാൻ നിന്റെ ഇതൊന്നും എടുത്തിട്ടില്ല അല്ലെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിനക്ക് ഇവിടെ ഉപയോഗിക്കാറല്ലോ, ഉപയോഗിക്കാതെ കുഴപ്പമാ, പക്ഷെ ഞാൻ നിന്റെ നല്ല എടുത്തത്. എനിക്കൊരു ശേഖരണമുണ്ട്, കാരണം ഇവരൊരിക്കൽ മടങ്ങി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഓ, ഒരിക്കൽ എനിക്ക് മടങ്ങി വരില്ല. ഇതിന്റെ പകരം ഒരു കാര്യം ഓർക്കാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയെടുത്ത അവൻ സ്വർഗം അത് പ്രതീക്ഷയുടെ ഉദാമ്പാക്കി പറഞ്ഞിരിക്കുന്ന. ഇത് പകരം അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കാം, എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ചില മേഖലകളിൽ ഇതുപോലെ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതീക്ഷകളുണ്ട്, സ്വർഗം അതിന്മേൽ ഒരു നാമ്പ് മുളപ്പിക്കാൻ പോകുക. ഇശായിയുടെ വേരിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ഇന്ന് പകരം ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുമെന്ന് പരിശുദ്ധാത്മ വിളിച്ച് പറയുക. ഓ ഹല്ലേലൂയ. വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്താൽ നമുക്ക് സ്വർഗത്തിൽ പറയാൻ കൈമാറുന്ന ഒരു ആലോചനയുണ്ട്. ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്, ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അവൻ അത് അറിഞ്ഞില്ലെന്ന് പറയുവാനല്ല, അവൻ ചിലത് അറിയാത്ത മേഖലകളിൽ അവൻ ചില മുളകൾ പൊട്ടിപ്പുറപ്പെടുക. ഇന്നലകൾ നോക്കിക്കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞത് ഇന്നലകൾ നോക്കിക്കൊണ്ട് ഇല്ലാതായി പോയി, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല, ഞാൻ പ്രതീക്ഷയോടെ ചെയ്തതൊക്കെ പരാജയമായി പോയി എന്ന് പറഞ്ഞു നിൽക്കുന്ന മേഖലകൾ. അതുപോലെ സ്വർഗം പറയുക, ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി എനിക്ക് പുതുവഴി വെട്ടാനുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്ന, അവൻ തന്റെ വഴിയെ നമുക്ക് ഉപദേശിച്ചു തരും, നാം അവന്റെ പാതയിൽ നടക്കും. അപ്പൊ അവന്റെ വഴിയെ നടക്കാത്തത് കൊണ്ട്, ആ പാതയിൽ നടക്കാത്തത് കൊണ്ട് എന്ത് പറ്റിയതാ? വഴി തെറ്റിപ്പോയതാ. യെശയ്യാപ്രവചനം 30-ാം അധ്യായം ഒന്നെടുക്കാം, ഓടി വരാം. യെശയ്യാപ്രവചനം 30-ാം അധ്യായം. ഓ ഹല്ലേലൂയ. 19 വാക്യങ്ങൾ, 19 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 30-19 വാക്യങ്ങൾ. യെരൂശലേം നിവാസികളെ നീ കരഞ്ഞോണ്ടിരിക്കണ്ട, സിയോൻ നിവാസികളെ നീ കരഞ്ഞോണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവൻ നിശ്ചയമായി കരുണ തോന്നും. അവൻ കേൾക്കുമ്പോൾ തന്നെ ഇന്നലകളിൽ അവൻ കേട്ടില്ല എന്ന് ഭാരപ്പെട്ടു. എന്റെ ദൈവമേ, എന്റെ കരച്ചിൽ ഇതുവരെ നീ കേൾക്കുമെന്ന് ഭാരപ്പെടുമ്പോ ഇതുപോലെ ഇനി സിയോൻ നിവാസികൾ നീ കരഞ്ഞോണ്ടിരിക്കണ്ട, കാരണം അവന് കേൾക്കുമ്പോൾ തന്നെ കരുണ തോന്നുമെന്ന്. കേൾക്കുമ്പോൾ തന്നെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ അവന് കരുണ തോന്നും. അവന്റെ പ്രവൃത്തിയായിരിക്കും. അടുത്ത വാക്യങ്ങളിലേക്ക് വരാം. ഓ ഹല്ലേലൂയ. യഹോവ നിനക്ക് കഷ്ടത്തിന്റെ പോഞ്ഞെടുക്കുന്നതിന്റെ വെള്ളവും തന്നുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുകയില്ല. ഇന്നലകളിൽ എത്രത്തോളം എന്റെ ദൈവമേ നീ മറന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ കരഞ്ഞ സമയങ്ങളിൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് പറയാനൊരു ദൂതുണ്ട്, അവൻ മറഞ്ഞിരിക്കത്തില്ല. കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിന്റെ വെള്ളം കുടിച്ചാൽ ഇതുപോലെ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേറെ ദൈവമോ വെളിപ്പെടുന്നില്ല, ഉടനെ പുറപ്പെടുന്നില്ല, നീരവൾ പൊട്ടിപ്പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. സ്വർഗത്തിൽ പറയാൻ ചില കാര്യങ്ങളുണ്ട്. ദൈവാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ വിട്ടുകൊടുത്ത ദിവസത്തെ ഏറ്റെടുത്താട്ടെ. ഇന്ന് വ്യാപരിക്കുന്ന ദിനമാ. ഇന്ന് സ്വർഗത്തിൽ കൈമാറാൻ ഒരു ദൂതുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആ വാക്യം ഒന്ന് വായിച്ചു മോനെ. നോക്കിയ കർത്താവ് നിനക്ക് ആരാ വന്നത്? ഈ കഷ്ടത്തിന്റെ അപ്പോ ഞെരുക്കത്തിന്റെ വെള്ളവും കർത്താവ് കാര്യം കൊണ്ട് എന്തുവാ? അവൻ ഇടയ്ക്ക് വഴി തെറ്റി പോയതാണ്. പോയ വഴി നോക്കുന്നത് മാറിപ്പോയി, ദിശ മാറിപ്പോയി. അവൻ ആ വഴിയെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓ ഹല്ലേലൂയ, ഒന്ന് വഴി മാറിപ്പോയപ്പോൾ അപ്പന് തോന്നി പോകുന്ന പോക്ക് ശരിയല്ല. അപ്പം പറഞ്ഞു, ഉള്ളതെല്ലാം വിറ്റഴിച്ചു പോയി, സകലവും തീർത്തോട്ടെ, കുഴപ്പമില്ല, ആ നഷ്ടമൊക്കെ ഞാൻ എന്ത് സഹിച്ചു, കാരണം എന്റെ മുതൽ അവൻ നശിപ്പിക്കുന്നത്, അവൻ വിറ്റത് എന്റെ ഭാഗത്തിനുള്ള സകലമോ നഷ്ടപ്പെട്ട് അതെനിക്ക് ഭാരമുള്ള കാര്യമല്ല. അവൻ മടങ്ങി വരണമില്ലെങ്കിൽ അവന്റെ നാശമായിരിക്കും. അതുകൊണ്ട് അവൻ ചില കഷ്ടത്തിന്റെ അപ്പോ ഞെരുക്കത്തിന്റെ വെള്ളമാണ് കൊടുത്തതാ. മണ്ണിലിരുന്ന ആളുകളെ കൊണ്ട് അവൻ ജീവിതത്തിന്റെ വിശപ്പടക്കുവാൻ നോക്കിയപ്പോൾ അതുപോലും ലഭിക്കാതെ സ്വർഗം അനുവദിച്ചിട്ട് ഇന്ന് മകളിൽ പല മേഖലകളിൽ അവൻ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ മാറിപ്പോകുമ്പോൾ ഭാരപ്പെട്ടു പോകാൻ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭാരപ്പെടേണ്ട. അവൻ ആ വഴിയെ തന്നെ നടക്കുക, അവന്റെ വഴിയെ തന്നെ പോയി അവൻ ശ്രേഷ്ഠതയുടെ അനുഭവം ഉണ്ടാക്കുക. അവൻ ആ സമ്പത്തിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നവന്റെ നന്മയെ പ്രാപിക്കുവാൻ ചിലതൊക്കെ നോയെന്ന് തമ്പുരാൻ പറഞ്ഞതാ. ഓ ഹല്ലേലൂയ. കഷ്ടത്തിന്റെ അപ്പോ കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പോ ഞെരുക്കത്തിന്റെ വെള്ളം ഭാരപ്പെടേണ്ട കാരണം നീ ഭാരപ്പെടേണ്ട കാരണം ഉപദേശവും അറിഞ്ഞിരിക്കത്തില്ല കേട്ടോ.
പ്രാർത്ഥിക്കത്താവ് എത്രത്തോളം 13-ാം സംഗതി എത്രത്തോളം ഞാൻ നിന്റെ മുഖത്തെ കാണാതെ കൊണ്ട് നിന്റെ മുഖത്ത് മറയ്ക്കുമെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കഥാവ്. എത്രത്തോളം ശത്രുവിന്റെ മേൽ ഉയർന്നിരിക്കും ഞാൻ ഈ നിന്ന വാക്കുകൾ കേൾക്കുമെന്നൊക്കെ പറഞ്ഞു ഭാരപ്പെട്ടു. കഷ്ടവും നിന്നയും ശാസ്ത്രീയമുള്ള ദിനമാണെന്ന് പറഞ്ഞ ഭാരപ്പെട്ടു വിളിച്ചു. ഇതിനെ മാർത്തിനെ കുറിച്ച് ഭാരപ്പെട്ടു. പക്ഷെ തമ്പുരാൻ പറയുക അവൻ നിന്റെ ഉപദേശവും മറന്നിരിക്കുക. വായിക്കാം. ഇത് വലിയ മലത്തോട്ട് എടുത്തോട്ട് തിരിയുമ്പോൾ ശബ്ദം കേട്ടില്ല കേട്ടോ. തെറ്റിപ്പോയപ്പോ ശബ്ദം കേട്ടില്ല. ഭാരപ്പെടേണ്ട, ഇനി കേൾക്കും. എന്തുവാ? വഴി തെറ്റിപ്പോകരുത്. കാരണം വഴി തെറ്റിപ്പോയാൽ നിനക്ക് വെച്ചിരിക്കുന്ന നന്മ കാണത്തില്ല. അവൻ ആ നന്മയിൽ നിന്ന് ആ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ തെറ്റിച്ചു വിടുവാൻ വേണ്ടിയാ ദൈവം വെച്ചിരിക്കുന്ന ഉയർച്ചയിൽ തെറ്റിച്ചു വിടുവാൻ വേണ്ടിയാ പിശാചികളൊക്കെ കുരുട്ട് വഴികളൊക്കെ ഒരുക്കി വെച്ചത്, ചില കുതന്ത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചത്. ഇതുപോലെ ഭാരപ്പെട്ടു പോകണം. ഇതുപോലെ പരിശുദ്ധം പറയുക. ഇനി നിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കാലോ വലത്തോട്ടോ ഇടത്തോടെ തിരിയുമ്പോ അവന്റെ ശബ്ദം പുറകിൽ കേൾക്കും. ആലയത്തിനകത്ത് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇതുപോലെ ആലയത്തിനകത്ത് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ മുറിവേറ്റ ഹൃദയം ഇതുപോലെ ആലയത്തിനകത്ത് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ നിന്റെ വഴിയെ ഉപദേശിച്ച് തരിക. അവൻ ഇതാ വചനത്തെ പൊടിച്ചു തരിക. അവൻ ഈ വലത്തോടെ ഇടത്തോടെ തിരിയുമ്പോ വഴി ഇതാകുന്നു പറഞ്ഞ് നേരെ നടത്തുന്ന കൊണ്ട് നിൽക്കുന്നത് ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നത് ദൈവമോചി നമുക്ക് വെളിപ്പെടുകയാ. മുമ്പിൽ ആടിയാ നിൽക്കുന്ന ഭാരപ്പെടണം. വഴികൾക്ക് പോകാൻ ആടികളിൽ വലം കൈ പിടിച്ചെന്നെ പഠിക്കുന്ന ഒരു പാട്ട് പാടി വഴിയൊരുക്കുന്നവരാടികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവരാടികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും വല്ലഭൻ. അടുത്ത വാതിൽ നോക്കണ്ട, പുതുവഴി തുറക്കുവാൻ ശ്രമിച്ചു. വഴി തുറന്നിടുമേ നിനക്കായി കരുതും അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല കണ്ണുനീരവൻ തുടയ്ക്കും. അടുത്ത സുജാത വായിക്കാം. ആ വാക്ക് വായിക്കാം. വഴിയിലാകുന്നതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് കേൾക്കും. ഇന്നലകളിൽ ചിലത് പ്രതീക്ഷയോടെ വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അമരാഹിയിൽ കൊണ്ടുവന്നത് പോലെ അപ്പന്റെ വിഗ്രഹങ്ങള് ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലങ്ങളിൽ എനിക്ക് ഏതാണ്ടൊക്കെ ആണെന്ന് ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ അതൊക്കെ വേണ്ടി വേണ്ടാന്ന് വെക്കും. ഉപദേഷ്ടാവ് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ അവൻ വലുതാണെന്ന് ചിന്തിച്ചതിന് വേണ്ടാന്ന് വെക്കണം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ചിലതിന് വേണ്ടാന്ന് വെക്കണം. ഇന്ന് പകരം സ്വർഗം പറയുന്ന ആലോചന. ചിലതിന് വേണ്ടത് ഇന്നലെ ഞാൻ പ്രതീക്ഷയോടെ ചിലതിന് ഞാൻ കരുതി വെച്ചത് ഇന്നലെ വേണ്ടാന്ന് വെക്കണം. കാരണം അത് വെള്ളി പോയിരിക്കുന്ന പുറമെ വെള്ളിയാ, പക്ഷെ അകത്തെന്തുവാ മലിനമായിരിക്കുന്ന ചിലതാണ്. ആ മലിനമായിരിക്കുന്ന അവസ്ഥ പുറമെ കാണും വെള്ളി പോലെ നിൽക്കുന്ന അതിനെ വേണ്ടാന്ന് വെക്കുക. കാരണം സ്വർഗം പറയുക അതിനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ എന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വെളിപ്പെടും. നോക്കിക്ക, നമ്മൾ പറഞ്ഞെന്തുവാ സമ്പരസത്തിന്റെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ മഴ പെയ്യും. ഇവിടെ നോക്കിക്ക, ചിലതിനെ എറിഞ്ഞു കളഞ്ഞപ്പോ സ്വർഗം പറയുക ഞാൻ നിനക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ പോവുക. ചിലതിനെ എറിഞ്ഞു കളഞ്ഞപ്പോ മഴ പെയ്യിക്കാൻ പോവാന്ന് പറഞ്ഞു. എന്താ എറിയേണ്ടതോ? ചിലതിനെ എറിയണം. വെള്ളി പൊതിഞ്ഞിരുന്നത് പോയാ നല്ലതുപോലെ വെള്ളി പൊതിഞ്ഞൊക്കെ പൊതിഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ. പക്ഷെ അതിനെ വേണ്ട നോ എന്ന് പറയുവാ. ഇന്ന് പോലെ തയ്യാറാകുമ്പോ സ്വർഗം പറയും ഞാൻ മഴ പെയ്യിക്കാൻ വിശ്വസന നിലവിതുവരെ എത്ര പതച്ചിട്ടും കൊയ്യുന്നല്ലയോ നോ എന്ന് പറയാൻ തയ്യാറാക്കണം.
നമുക്ക് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുമ്പോ ഹൃദയത്തിനകത്ത് വചനം കയറി കത്തുമ്പോ നമുക്ക് കർത്താവേ ഞാൻ നോ എന്ന് പറയാൻ തയ്യാറായി. ഇന്നലകളിൽ ഞാൻ യേശു പറഞ്ഞ എന്റെ കൂടെ നിർത്തിയത് ചില വിഗ്രഹങ്ങളാ, ചില അരുതാത്തത, ചില അശുദ്ധികളാ, ദൈവത്തിന് വേണ്ടാത്തത്, ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെടുക. അതിനെ വേണ്ടെന്ന് പകരം ഞാൻ പറയുക. ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനം കുത്തുമ്പോ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകരം സ്വർഗം പറയുക, നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഓ ഹല്ലേലൂയ. അതിനോട് പോയിക്കോന്ന് പറ, എനിക്ക് വേണ്ടതോ. കാരണം ഇതുവരെ ഞാൻ കൊണ്ടുവന്നത് എനിക്ക് മുള്ളുപോലെ ഇരുന്നതാ. കൂടെ കൊണ്ടുപോകുന്ന പലതും നല്ലതാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് മുള്ളുപോലെയായിരുന്നു. എന്റെ ജീവിതത്തിനകത്ത്, എന്റെ തലമുറകൾ എന്റെ ജീവിതത്തിനകത്ത് നന്മകളൊന്നും കാണാതെ മാറി നിൽക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുവാൻ വേണ്ട. ഇന്ന് ഒരു സ്വർഗം തയ്യാറാക്കുമ്പോ എന്തൊക്കെ വേണ്ടെന്ന് വെക്കണം, എന്തൊക്കെ വേണ്ടെന്ന് വെക്കണം, അതെല്ലാം വേണം. അസൂയോ പക പണക്ക വീഴ്ച കയ്പ് കോപം ശാഠ്യം 1 വർഷം പിന്നെ എന്നൊക്കെ പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെങ്കിൽ അത് അല്ല. ഇനി മറ്റേതെങ്കിലും വിഷയം, ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ മത്സരമാഭിചാരമോ ദോഷം പോലെയാ, അനുസരണക്കേടുണ്ടോ, അവൻ പാകഭാവേ അതൊക്കെ എനിക്ക് വേണ്ട, എല്ലാം വേണമെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിനകത്ത് എന്നെ മുറുകെ പറ്റിക്കൊണ്ട് ചിലത് വരുന്നുണ്ടോ, അതെന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവച്ച യേശുവിനെ അകറ്റിക്കളയുകയാ. അതിനെ വേണം വെക്കണം. വിഗ്രഹമാലിന്യം എന്ന് പറഞ്ഞാൽ, വിഗ്രഹം എന്ന് പറയുമ്പോ അവൻ നാം പറയുന്ന മറ്റു കാര്യങ്ങളല്ല, ഒരു ഓർക്ക് ആത്മീകമായും സ്വീകരിച്ചറിയുക. എന്റെ ജീവിതത്തിനകത്ത് അരുതാത്തത് ചെയ്യത്തക്ക വിധത്തിൽ, അരുതാത്തതിന്റെ കൂടെ കൊണ്ടുപോകത്തക്കത് ചിലത് കൊണ്ടുപോയി സ്വർഗമേ എന്ന് പകരം സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും, ഉപദേഷ്ടാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ എനിക്കത് വേണ്ട, ഇന്ന് പകരം പുതിയ ജീവിതം. പരിശുദ്ധാത്മാവിന്റെ പകരം വ്യക്തിപരമായി വ്യക്തമായി സംസാരിക്കും. എനിക്കറിയാം, ഏൽപ്പിച്ചു കൊടുക്കും, മാറ്റം തരുവാൻ സ്വർഗം വിശ്വസ്തനാ. പറയുന്നു, മഴ പെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹം. അങ്ങനെ വായിച്ചതാ, നീ നിലത്തു വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. ഹലോ, അത് പുഷ്ടിയും. എത്ര കഴിച്ചിട്ട് പുഷ്ടി വരുന്നില്ല. എന്ത് നമ്മൾ ടോണിക്ക് മേടിച്ചു കൊടുക്കും. ഈ ടോണിക്കൊന്നും കഴിച്ചിട്ട് ഒരു കാര്യം ഇത് പുഷ്ടി വെക്കുന്നില്ല. ഉള്ള ഡോക്ടർമാരെല്ലാം മുഴുവൻ കൊണ്ട് കാണിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പുഷ്ടി വെക്കണം. ഒന്നുമല്ല, അല്ലേ? ആത്മീകമായ കാര്യം പറഞ്ഞു തരുന്ന ഉള്ള ഡോക്ടർമാരൊക്കെ കാണിച്ചു നോക്കി. എല്ലാ പാസ്റ്റർമാരും വരുന്ന പ്രവാചകന്മാരും വരുന്ന തലയെ കഴിച്ച് പറഞ്ഞു എല്ലാം ശരിയാ, പക്ഷെ എന്ത് വരുന്നില്ല, ഒരു പുഷ്ടിയും വരുന്നില്ല. എന്തൊക്കെ കാര്യം ആലയത്തിനകത്ത് പുഷ്ടി ഉണ്ടെന്നാ പറഞ്ഞത്. ആലയത്തിനകത്ത് നദിയുണ്ട്, ആ നദിയിൽ പുഷ്ടി പ്രാപിക്കുന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ എന്തില്ല, പുഷ്ടി പ്രാപിക്കുന്ന അതിന്റെ കാര്യം എന്തുവാ, ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഒട്ടിയിരിക്കുന്ന നീ തന്നെ വിട്ടുകളെ സ്വർഗം പറയുന്ന ആലോചന. ഹല്ലേലൂയ. വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? ഞാൻ പറയട്ടെ, നമുക്ക് യാതൊരു ഗുണവുമില്ലാത്തൊരു കാര്യമാണ് പിണക്കം വെച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇന്ന് വരെ പണക്കം വെച്ചിരുന്നോണ്ട്, 1 കിലോ പണക്കം വെച്ചോണ്ടിരുന്നോണ്ട് ആഹാരം കഞ്ഞി കുടിച്ച് എത്ര പേരുണ്ട്? അല്ലെ, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അല്ലെ, 1 കിലോ വൈരാഗ്യം വെച്ചോണ്ടിരുന്നത് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട്, ശാഠ്യം വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മത്സരിച്ചോണ്ടത് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു കാര്യം ഓർക്കാം, ഇതെല്ലാം വിട്ടേച്ച് തമ്പുരാന്റെ സന്നിധിയിൽ നേരെ നിന്നുകൊണ്ടല്ലോ ലഭിക്കാത്തതിൽ ലഭിക്കാം. ഇതുവരെ കിട്ടാത്തതിൽ ലഭിക്കുന്നു. വിഗ്രഹം കൊണ്ടുവന്നോ, അപ്പനെ പറ്റിക്കാൻ പറ്റി, മുകളിലത്തെ അപ്പനെ പറ്റില്ല, യാക്കോബിനെ പറ്റിക്കാൻ പറ്റി, സ്വന്തം ഭർത്താവിനെ പറ്റി, കിട്ടി, കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. പക്ഷെ വഴിയിൽ വെച്ച് പട്ടുപോയെന്നാ. എന്നാ വീട്ടിൽ നിന്ന് പോന്നപ്പോ ഇഷ്ടമില്ലാത്തവളായി കൂടെ പോന്നിട്ടും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന ലേയ മാത്രമാ. കർഷകയോ കൂടെ കടന്നുപോയ യോസേഫിന് അവൻ പിന്നെ സിംഹാസനം ഒരുക്കി കൊടുത്തു. എല്ലാവരും പറഞ്ഞു കൊള്ളത്തില്ല. പൊത്തിഫറിന്റെ ഭാര്യ പറഞ്ഞു അവൻ കൊള്ളത്തില്ല. യോസേഫ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ യോസേഫിന് എല്ലാ മേഖലയിലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൻ ഇഷ്ടപ്പെട്ട, പക്ഷേ സഹോദരന്മാർക്ക് അവൻ വെറുക്കപ്പെട്ടവനാ. എന്തോ സഹോദരന്മാർ വെറുത്തത് സ്വപ്നം കാരണം. അപ്പൻ സ്നേഹിക്കുന്നു, അല്ലേ? അപ്പം വെറുത്തത് കൊണ്ട്, അല്ലെ, സഹോദരന്മാർ വെറുത്തത് കൊണ്ട് സ്വർഗത്തിൽ അപ്പൻ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അപ്പം വെറുത്തില്ലായിരുന്നെങ്കിൽ,
സഹോദരന്മാർ വെറുത്തില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ അപ്പൻ അന്വേഷിക്കില്ലായിരുന്നു. ബാക്കി 11 പേർക്കും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. യോസേഫിന് മാത്രം എന്തില്ല? സ്നേഹമില്ല. കാര്യമുള്ള അപ്പം വസ്ത്രമൊക്കെ കൊടുത്തൊക്കെ ശരിയാ. അവനെ സ്നേഹിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവൻ്റെ അമ്മയാണ് മരിച്ചു പോവുകയും ചെയ്തത്. അല്ലേ? പിന്നെ ആകെ ഉള്ളത് അപ്പൻ പറയുന്നൊരു കാര്യം, ആദ്യത്തെ മകൻ അവൻ്റെ അമ്മ മരിച്ചുപോയി, പക്ഷെ അതുകൊണ്ട് അവനെ സ്നേഹിച്ചതാ. അല്ലേ? ബാക്കി സഹോദരന്മാർക്ക് അമ്മയുണ്ട് പറയാൻ, ഇവിടെ ആളുണ്ട്. അവരെ ഒന്നും വല്ല തമ്പുരാൻ വിഷയം. ഒരു ഉദ്ദേശം മുമ്പിലുണ്ടോ? ചില വെറുക്കപ്പെടുന്നവർ, ചില ഉപേക്ഷിക്കപ്പെടുന്നവർ, ചില കുറ്റപ്പെടുത്തുന്നവർ. പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ സ്വസ്ഥമാണെന്ന് വിചാരിച്ചു. പക്ഷെ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്നാൽ വലിയ ഗുണമില്ലെന്ന് തമ്പുരാൻ അറിയാം. പുറത്തിയാടിക്കാൻ ചെറിയ വഴി ദൈവം ഒരുക്കിയത. കുറ്റം പറഞ്ഞത് ജീവിത വിശുദ്ധിയെ നോക്കിയ. ഇത്രയും നാള് താൻ സൂക്ഷിച്ച വിശുദ്ധി, താൻ ജീവിതത്തിൽ സൂക്ഷിച്ച ഒരേ ഒരു കാര്യം, ഇത്രയും കാലം സഞ്ചരിച്ചിട്ടും അവൻ അനുവാദം ഉണ്ടായിട്ട് പോലും ദാസിയെ പോലും കണ്ടുകൊണ്ട് നോക്കാത്തത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന യോസേഫ് പറഞ്ഞെന്തുവാ? നീ അവന്റെ ഭാര്യയാകെ നിന്നെ അല്ലാതെ മറ്റൊന്നും വിരോധിച്ചില്ല. വിരോധിക്കപ്പെടാത്ത മറ്റു ദാസിമാരവിടെ ഉണ്ടായിട്ടും അവരെ പോലും നോക്കാതെ തന്റെ ജീവിത വിശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ടും യോസേഫിനെ കുറ്റം പിടിച്ചറിയ. അവിടെയാ നാം തിരിച്ചറിയേണ്ടത് യോസേഫ് ചെയ്ത പ്രവൃത്തി. അവൻ അതുപോലെ കളങ്കം പറ്റാതെ സൂക്ഷിച്ചു തന്റെ വിശുദ്ധിയെ നോക്കിക്കൊണ്ട് അവൻ ആ സ്ത്രീ ചോദ്യം ചെയ്തപ്പോൾ ദൈവത്തിൽ പറഞ്ഞ, ദൈവമേ, ഇത്രയും നാളെ ഞാൻ എന്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ചു വെറുതെയാ എന്ന് പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് പാപം ചെയ്തോട് ചൂടി കുറ്റം പറഞ്ഞില്ല. അവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കും, നെഞ്ചിനകത്ത് പൊടിയും പറഞ്ഞു, എന്നെ കട്ടുകൊണ്ട് വന്നതാ. എന്റെ സഹോദരന്മാർ ദോഷം ചെയ്താൽ പറഞ്ഞില്ല. ദീപന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ല, എബ്രായർ ദേശം എന്നെ കട്ടുകൊണ്ട് വന്നതാ. വെറുപെറുപ്പിന്റെ ഭാഷയല്ല പറഞ്ഞില്ല. ഇന്ന് പോലെ സ്വർഗം പറയുവാൻ ഒരു കാര്യമുണ്ട്. വെറുപെറുപ്പിന്റെ ഭാഷയല്ല സ്വർഗത്തിന് ആവശ്യം. കരുതലിന്റെ ഭാഷ നമുക്കുണ്ടാകട്ടെ. ആ മനനിലകളിൽ എന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ, മുറിവേൽപ്പിന്റെ, വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ വെറുപെറുപ്പല്ല കടന്നു വരേണ്ടതാ, തമ്പുരാന്റെ ചില വിശേഷങ്ങൾ തരുവാനാ. ജീസസ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറഞ്ഞു കുറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നെ തള്ളിടുമ്പോൾ. കുറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നെ തള്ളിടുമ്പോൾ. പറ്റിച്ചേർന്നവൻകുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. പാടിക്കേ. പറ്റിച്ചേർന്നവൻ, എന്റെ കഥാവന്റെ പറ്റിച്ചേർന്നത് ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലൻ വീടിന്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകേറ്റവനായി. പാടിടും ജയഗീതമേ ഞാൻ പങ്ക വാക്യം. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന മഴയും നിലത്ത് വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയുമുള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചൽപ്പുറങ്ങളിൽ മെയ്യും. നിലമൊഴുന്ന കാളുകൾക്കും കഴുതുകൾക്കും മുറം കൊണ്ടും പല്ലി കൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പ് ചേർത്തുമായി തീ തിന്നും. മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലകളിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണറുകൾ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. കഥാവ് എന്താ ചെയ്യുന്നത്? മുറിവ് കെട്ടും, മനം തകർന്നൂടെ മുറിവ് കെട്ടുന്നവനാണ് കഥാവ്. നമ്മുടെ എല്ലാ ആളുകളും എന്തുവാ? മനം തകർന്ന ഒന്നുകൂടെ മുറിവ് ഏൽപ്പിക്കുക. മുറിവ് കെട്ടുന്നവനാ. അടിപ്പിണറുകൾ എന്തിനാ അടിപ്പിണറുകൾ? അവന്റെ അടിപ്പിണറുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് വേണ്ടി അടിയേറ്റുണ്ട്. അവൻ പറയും, ഇനി നീ അടി കൊള്ളുണ്ട്, ഞാൻ ഏറ്റതാണ്. അടിപ്പിണറുകൾക്ക് സൗഖ്യം വരുവാൻ, മുറിവിനെ കെട്ടുവാൻ സ്വർഗത്തിനുണ്ട്. അവന്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. അവിടെ പറയുക മുറിവ് കെട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാം.
അവൻ മുറിവ് കെട്ടി അടിപ്പിണറുകൾക്ക് സൗഖ്യം കൊടുത്തു. എഴുന്നേറ്റ് പ്രകാശിക്കുക, അതിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്. പ്രകാശം എവിടെയാ വന്നതാ? ഇന്നലെ കാണാതിരുന്നൊരു പ്രകാശമാ. പറഞ്ഞല്ലോ ഉപദേശ കഷ്ടതയുടെ അപ്പോ ഞെരുക്കത്തിന് വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആകെ മൊത്തം പ്രശ്നമായിരുന്നു. ഓ ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ ഇത് പറയുന്ന നോക്കിക്കേ, അവൻ എന്ത് ചെയ്തു? അവൻ മുറിവ് കെട്ടി അടിപ്പിണറുകൾക്ക് സൗഖ്യം കൊടുത്തു. ഇന്ന് ചന്ദ്രൻ അതുവരെ പ്രകാശമുണ്ട്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. എന്തുവാ ചന്ദ്രന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം വെളിച്ചമുണ്ട്. പകൽ പോലെ നടക്കാൻ പറ്റുമോ? നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഉള്ള കിട്ടിയ വെളിച്ചത്തിനകത്ത് കിട്ടിയ പ്രകാശത്തിനകത്ത് അല്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതിനകത്ത് നടക്കാനല്ല ദൈവം വിളിച്ചതാ. ഇപ്പോൾ സ്വർഗം പറയുക, ആ വെളിച്ചത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോ ഇരുട്ടിനകത്ത് പോയി പല സ്ഥലങ്ങളിൽ വീണ് വീഴുന്നിട്ടൊക്കെയാണ് പോകുന്നത്. പെട്ടുപോയ സമയങ്ങളുണ്ട് അല്ലെ? തെളിച്ചമില്ലാത്ത സമയത്ത് ചില കല്ലുകൾ, ഇറച്ചക്കല്ലുകളൊക്കെ ഇരുന്നത് അറിയാതെ പോയി പെട്ടു. അതൊക്കെ തട്ടി വീണു. പലരുടെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് ഹൃദയം വേദനപ്പെട്ട് കഥാവെ എന്തിനാ ഇതെന്നൊക്കെ പറഞ്ഞ്, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നോന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അല്ലെ? അധികം ഒന്നും കഷ്ടപ്പാടില്ലാതെ എന്നെ ഇങ്ങോട്ട് എടുത്തുകൊള്ളണമെന്നൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ടല്ലേ? മുറിവ് കെട്ടുകയാണ്, ആശ്വസിപ്പിക്കുന്നവരാ. ആശ്വാസത്തിൽ ഉറവിടമാകുന്ന നമുക്ക് പോലെ ആശ്വസിപ്പിക്കുക. കാരണം എന്തു പറയാ? മുറിവ് കെട്ടുക. എന്തിനു വേണ്ടിയാ? ചന്ദ്രന്റെ പ്രകാശം നീതി വരെ നടന്നുകൊണ്ടിരുന്ന ഒരല്പമായ കിട്ടിയ വെളിച്ചത്തിനകത്ത് നടന്നുകൊണ്ട് ഇനി ഞാൻ വെളിച്ചത്തിനകത്ത് അല്ല നടക്കേണ്ടത്. ഇന്ന് ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ ആകും. ഉദയ സൂര്യൻ ലോകവശാന്തിയോട്, നീതി സൂര്യൻ ലോകവശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പത്രോസ് 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കും. പത്രോസ് 2-ാം ലേഖനം 1-ാം അധ്യായം. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വചനത്തിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞു വരുന്നു. എന്തുവാ? നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നക്ഷത്രം പ്രകാശിക്കുകയും ചെയ്യുന്ന പോലെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഒന്ന് കരുതിക്കൊള്ളാൻ പറ്റും. ഇന്ന് പകല് ഈ കേട്ട വചനത്തൊന്ന് കരുതിക്കൊള്ളാൻ പറ്റുമോ? എബ്രായ ലേഖനം 2-ാം അധ്യായം വാക്യം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ പറഞ്ഞല്ലേ? എന്തിനാ കരുതിക്കൊള്ളാൻ പറഞ്ഞത്? ഇതൊരല്പം ഒന്ന് കരുതിക്കൊള്ളാൻ പറ്റുമോ? ഇന്ന് പകല് കരുതിക്കൊള്ളാൻ പറ്റുമോ? അവൻ ഭാവിയിൽ ഒരു നന്മയായി തീരുവാൻ സ്വർഗത്തിന് കഴിയാം. ഇതൊരു ചന്ദ്രന്റെ വിളക്ക് പോലെയാ, ചെറിയൊരു വെളിച്ചമാ. സൂര്യനിൽ നിന്ന് കിട്ടുന്ന വിളക്ക് പോലെയാ. സൂര്യനിൽ നിന്ന് പ്രകാശം കൊണ്ടാണല്ലോ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ പ്രകാശം അല്ലെ? എന്ന് പറഞ്ഞതുപോലെ നീതി സൂര്യനാകുന്ന കർത്താവിൽ നിന്ന് കിട്ടുന്ന ചെറിയ വെളിച്ചം കൊണ്ടാ അവൻ ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമോ ആ വാക്യത്തിന്റെ ശക്തിയതാ. അങ്ങനെ ആ കിട്ടുന്ന പ്രകാശം ഒരു ചെറിയ നാമ്പ് പോലെ നമ്മുടെ ഉള്ളിൽ പൊട്ടി പുറപ്പെടട്ടെ. അതവിടെ കടക്കട്ടെ. ഇതുപോലെ അതിനെ കത്തിക്കുവാൻ സ്വർഗം വിശ്വസ്തനാ. അതാ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാ. സൂര്യന്റെ പ്രകാശം പോലെ നിൽക്കുമെന്നാണ് പറഞ്ഞാൽ 7 പകൽ പോലെ. ആ 7 പകൽ പോലെ പ്രകാശിക്കുക. 7 ഇരട്ടി ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അവൻ പ്രകാശം വന്നപ്പോൾ എഴുന്നേൽക്കണം ആഗ്രഹമുണ്ട്. അതിന് അർത്ഥം പറഞ്ഞു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇനി നിന്റെ വായിക്കാം. പശ്ചാത്തലം 60-ന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരാം. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അന്ധകാരം കൂരിരുട്ട് ഒക്കെ എവിടെ മൂടും? ജാതികളെ മൂടട്ടെ. പക്ഷേ നിന്റെ മേൽ എന്ത് ചെയ്യും? യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും. എല്ലാവരുടെയും വീടിനകത്ത് ഒരു വെളിച്ചം കണ്ടിട്ടുണ്ട്. എന്തോ വെളിച്ചം? ബേത്ലഹേമിൽ യേശുവിനെ പറക്കും. പക്ഷേ മറിയയുടെ വീട്ടിൽ ആ വെളിച്ചം യഥാർത്ഥത്തിൽ ഉദിച്ചു. ദൂരം വന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിട്ടുള്ളൂ. നിന്നൊന്ന് ഉൾപ്പെടുന്നത് വിശുദ്ധ പ്രജ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കിക്കേ, എല്ലാവർക്കും കിട്ടിയ വെളിച്ചമല്ല മറിയയ്ക്ക് കിട്ടിയതാ.
അവിടെ യഹോവയുടെ തേജസ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം എല്ലാവർക്കും. പക്ഷെ മറിയയുടെ വീട്ടിൽ ആ പ്രകാശം വെറുതെ വരികയല്ല ചെയ്തത്. അവൻ വെറും ഒരു വാക്കുപോലെ നടക്കുകയല്ല ചെയ്തത്. അവളുടെ ഹൃദയത്തിനകത്ത് ഉരുവാകുക, സ്വർഗത്തിലെ തമ്പുരാൻ അവൻ ശരീരമെടുക്കുക. മറിയയുടെ വീടിനെ തെരഞ്ഞെടുത്ത ഇന്ന് പോലെ അങ്ങനെയെങ്കിൽ ഇതാ തിരുവചനം പറയുന്നത് യഹോവയുടെ തേജസ് പലർക്കും ഈ വെളിച്ചം കിട്ടി. പക്ഷെ എന്റെ നിങ്ങളുടെ വീടിനകത്ത് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നുവെന്ന് പറഞ്ഞതിന് അർത്ഥമായി പറഞ്ഞു വരുന്നത് അവൻ എന്റെ നിങ്ങളുടെ വീടിനകത്ത് വെളിച്ചം മിന്നിപ്പോയതല്ല, അവൻ ഉരുവാകുവാണ് സ്വർഗമിടയാക്കിയതാണ്. വെളിച്ചം മിന്നിപ്പോയവർക്ക് ചിലതൊക്കെ ലഭിച്ചു എന്നുള്ളത് വരാം. പക്ഷെ അതിനേക്കാൾ വിശേഷപ്പെട്ടത് ഉരുവായവന്റെ വീട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞു ഇനി എന്നെ ഭാഗ്യവതി എന്ന് പറയുന്നു. തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി എന്നെ ഭാഗ്യവാൻ. 33-ാം സങ്കീർത്തനം 11-12 വാക്യത്തിലേക്ക് പോരാ. Praise the Lord, praise the Lord. 33-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറ. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശം. ഇപ്പൊ തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാ? അവൻ അവകാശമായിരിക്കാനാ, അല്ലെ? അവൻ അവകാശമായിരിക്കാനാ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തതിനു വേണ്ടിയാ ദൈവത്തിന്റെ അവകാശം. അതുകൊണ്ട് പറഞ്ഞത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ പറിച്ചെടുക്കാൻ ആർക്ക് വരത്തില്ല. കർത്താവ് പറഞ്ഞ പോലെ അവൻ ദുഷ്ടം പറിച്ചോണ്ട് പോകത്തില്ലെന്നാ. സ്തോത്രം, സ്തോത്രം. ഇന്ന് മുതൽ നമുക്ക് നേൽപ്പിക്കാൻ പറ്റുമോ? അവന്റെ കയ്യിൽ നേൽപ്പിക്കാൻ പറ്റുമോ? പറിച്ചു കൊടുത്ത് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ലാത്ത രീതിയിലും. Praise the Lord. Praise the Lord. പ്രവചനത്തിനകത്ത് വായിച്ചു നിർത്തട്ടെ. ബാക്കി ഇങ്ങനെ പറയുന്നത് അവൻ 60-ാമത്തെയായി 19-ാമത്തെ വാക്യം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നുണ്ട്, ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുന്നില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറഞ്ഞു പോകുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശം, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടുന്നത് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. കുറഞ്ഞവൻ 1000-ആയും ചെറിയവൻ മഹാജാതിയായും ആയിത്തീരും. യഹോവയെ ഞാൻ തക്ക സമയത്ത് അതിനെ. അവൻ ഇതുവരെയുള്ള പ്രവൃത്തികളൊക്കെ ആരായിരുന്നു? പലതും കച്ചയോന്നും കരഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ വിത്ത് കരഞ്ഞുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അവൻ കഷ്ടതയും അവൻ കഥാവ് ഇതൊക്കെ പറഞ്ഞാൽ നടക്കുന്നത്. ബുദ്ധിമുട്ട് ഇതങ്ങനെ തീരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പക്ഷെ തമ്പുരാൻ പറയുക ഇതുവരെ ചന്ദ്രന്റെ സൂര്യന്റെ വെളിച്ചത്തിൽ അല്പമായ ഒരു വെളിച്ചം കിട്ടിയതുകൊണ്ട് നടന്നത്. പക്ഷെ ഇനി നിന്റെ പ്രകാശം അത് നിത്യപ്രകാശമായിരിക്കും. അതെന്ത് ചെയ്തില്ല? അസ്തമിക്കത്തില്ല. അസ്തമിക്കാത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവൻ നിന്ന് ദുഃഖകാലം തീർന്നു പോകും. അവൻ വായിച്ച സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോ നമ്മ ഇങ്ങനെ വായിക്കുന്ന അവസാനത്തെ വാക്യം വായിച്ചെന്ന് തിരിയാ. സമ്പത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ. എവിടെയായി പുൽപ്പുറം? മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയുടെ അവസ്ഥ പുഷ്ടി കൊടുക്കത്തില്ലാത്തതാ. പക്ഷെ പറയുക മരുഭൂമിയിൽ പുഷ്ടി പൊഴിക്കുന്ന അനുഭവം. പുൽപ്പുറങ്ങൾ കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു. നോക്കിക്കേ, എന്തിനായി നനച്ചു കൊണ്ടുവന്ന് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പിടിയോ? ഇതൊരു മേച്ചൽപ്പുറവാ. അവൻ ദൈവത്തിന്റെ ആലയം ഒരു മേച്ചൽപ്പുറവാ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കുവാൻ ഇതൊരു മേച്ചൽപ്പുറവാ. ഈ ആലയം ദൈവത്തിന്റെ ഒരു മേച്ചൽപ്പുറവാ. ഇതുവരെയും എന്ത് നടന്നിട്ടില്ല? ആട്ടിൻകൂട്ടം നിറയുവാൻ കഴിവില്ലാത്ത വിധത്തിൽ വരന്റെ അനുഭവം ഉണ്ടായിരുന്നതാ. ആ വരന്റെ അനുഭവത്തെ മാറ്റുവാൻ പറഞ്ഞ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ അതിലെ കട്ടകൾ ഉടച്ചു നിർത്താൻ പോവുകയാണ്. എന്തോ ഈ കട്ട ഉടച്ചു നിർത്തുന്നതിന്റെ കാര്യം എന്തുവാ? കട്ടയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഉടച്ചു നിർത്തുന്നു. കട്ടയെ ഉടച്ചു നിർത്തും. Praise the Lord.
മേച്ചൽപ്പുറം തമ്പുരാൻ നെഗറ്റീവ് അതിന്റെ കുറവുകൾ പരിഹരിച്ച, അതിന്റെ വിഷയങ്ങൾ പരിഹരിച്ച അവൻ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ഇതുവരെ ഉണ്ടായിരുന്ന വെളിച്ചത്തിലാണ് ഓടിക്കൊണ്ടിരുന്ന, ഇനി അങ്ങോട്ടുള്ള വെളിച്ചം യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ അങ്ങയുടെ സാന്നിധ്യം സ്ഥിരം നിൽക്കുന്ന അതാ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ആലയത്തിന്മേൽ എന്റെ ദൃഷ്ടി ഇരിക്കും. ശലോമോൻ ആലയം പറഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈ ആലയത്തിന്മേൽ എന്റെ കണ്ണും ഹൃദയവും ഇരിക്കും. ശലോമോൻ പറഞ്ഞ ഈ ആലയത്തിന്മേൽ എന്റെ കണ്ണും, വളരെ കണ്ണു മാത്രമായിരിക്കും, ഹൃദയം എവിടെയായിരിക്കും അല്ലേ? പക്ഷെ തമ്പുരാൻ പറഞ്ഞത് എന്റെ കണ്ണും ഹൃദയവും അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല, എന്റെ ഹൃദയവും അവിടെ എന്ന് പറഞ്ഞാൽ അത് വിട്ടേച്ച് എനിക്ക് വേറെ പരിപാടിയില്ല. അതുപോലെ അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂത ഈ ആലയത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ദൂതത. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുക, പാതകൾ കുത്തിക്കൊഴിക്കുവാൻ ദൈവത്തിന്റെ കണ്ണും ഹൃദയം വയ്ക്കുവാൻ ദൈവം തയ്യാറാവുക എന്നുപോലെ പറയാൻ പറ്റുമോ? ഞങ്ങളാകുന്ന കട്ടകളും ഉടച്ചു നിരത്തണം. പരിശുദ്ധാത്മാവിനോട് നിൽക്കാൻ പറയുന്നത് ഞാൻ അവിടെ ചെയ്യാം. 65-ാം സങ്കീർത്തനം വായിക്കുന്നത് എങ്ങനെയാ? നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ലെ? ഒത്തിരി ആളുകൾ വിളിക്കപ്പെട്ടവർ കൂട്ടത്തിനകത്ത് ഇതിനകത്ത് പെട്ടതാ. പക്ഷെ ആ വിളിക്കപ്പെട്ടവർ പലതും വിട്ടേച്ചു പോയപ്പോ ആർക്കും വേണ്ടാത്ത കുറച്ചതിനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പെട്ടുപോയി ഇവിടെ അങ്ങനെ കിടക്കുന്ന ഒരു കൂട്ടമാ. എന്റെ മുകളിൽ പറയുന്നത് ചെറിയ കൂട്ടം നിങ്ങൾ ഭയപ്പെടണ്ട, യഹോവരാജ്യം തരുവാൻ ഭയമായിരിക്കണം. ഇന്നലകളിൽ നടന്നു നോക്കിയല്ല ഭാരപ്പെടേണ്ട, ഇനി ദൈവം ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ നോക്കി സന്തോഷിക്കാൻ പോയി പറ്റുമോ? ഹൃദയത്തിനകത്ത് പറയാൻ പറ്റുമോ? ദൈവമേ ഞങ്ങൾ അങ്ങയുടെ പ്രവൃത്തി വിശ്വസിക്കുന്നു. ഇന്നലകളിൽ നടന്നതിനേക്കാൾ കൂടുതൽ എന്റെ പകൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവൻ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതുവരെ കാണാത്ത ചിലതിനെ കാണുവാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ. ഇന്നലകളിൽ ഞാൻ കണ്ടത് പലതും നാശത്തിന്റെ കാഴ്ചകളാണ്, പലതും നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ്, ഇല്ലായ്മകൾ നടന്നു പോകുന്ന കാഴ്ചകളാണ്. പക്ഷെ ഇനി കാണേണ്ട കണ്ണ് എന്തിനാ? ഇനി എന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അവൻ ഉപദേശിച്ച് വഴി നടത്തുമ്പോ പിന്നെ വഴി തെറ്റി പോകത്തില്ല. ഇതുപോലെ പലരും പല ഉപദേശങ്ങളും പറഞ്ഞു. പക്ഷെ അതല്ല ഇനി ഉപദേശിക്കുന്നത് ദൈവം തമ്പുരാൻ നേരിട്ട് ഇടപെടുന്നത്. കാരണം വഴി തെറ്റാതിരിക്കുക, യഥാർത്ഥ വഴിയെ നടക്കുക. കാരണം മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുക. നല്ല പുൽപ്പുറങ്ങൾ തേടി അവൻ ഈ ദിവസങ്ങളിൽ ആടുകൾ വരുമെന്നുള്ളത് സത്യമായ കാര്യം. ആത്മാവിൽ വിളിച്ചു പറയാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൈവിക ചിന്തയെ ഞാൻ പറഞ്ഞത് മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുക. അതെ, ഇതൊരു നല്ല മേച്ചിൽപ്പുറമായി തോന്നുന്ന ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുക. അശുദ്ധികൾ വന്ന് ആ മനുഷ്യനുഭവങ്ങളെ ദൈവം തുടച്ചു മാറ്റി വിശുദ്ധിയുടെ ഒരു അനുഭവത്തിൽ കൊണ്ടുവരിക. വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം ദൈവത്തിനകത്ത് തിരഞ്ഞെടുപ്പിക്കുക. ഇന്നലകളിൽ വന്നുപോയ അനുഭവങ്ങളിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുക. എന്റെ മുകളിൽ പറയാൻ പറ്റുമോ? യഹോവയുടെ തേജസ് എന്റെ മേലുദിക്കും. യഹോവയുടെ തേജസ് എന്റെ മേലുദിക്കും. യെസ്, എന്റെ പോലെ ആ തേജസ്സിനെ എന്തെടുപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ പറയുന്നത് പോലെ അവൻക്കുള്ള ലേഖനം പറയുന്നത് പോലെ. യെസ്, 4-ാം 6-ാം യേശു ക്രിസ്തുവിന്റെ മുഖത്ത് വ്യാപരിച്ച തേജസ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ തേജസ് പ്രകാശിക്കുന്നുണ്ട്. ആ തേജസ്സിനാൽ ഇന്ന് മുകളിലെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലായി സ്തോത്രം. ഞങ്ങൾ ഈ ആത്മാവ് പറയാൻ പറഞ്ഞത് പരിപൂർണമായി കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവമേ നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ നീതി സൂര്യനാകുന്ന കർത്താവ് ഇന്ന് മതിലുകളിലൂടെ വലിയ സ്തോത്രം. ദൈവപ്രവൃത്തിക്ക് അംഗത്തുള്ള സ്തോത്രം. ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ന്നു തിരുമേനി പ്രാർത്ഥന സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ.